The sun may have set over our city this evening, but as Eugene Debs once said, I can see the dawn of a better day for humanity. For as long as we can remember, the working people of New York have been told by the wealthy and the well-connected that power does not belong in their hands. Fingers bruised from lifting boxes on the warehouse floor, palms calloused from delivery bike handlebars, knuckles scarred with kitchen burns. These are not hands that have been allowed to hold power. And yet over the last 12 months, you have dared to reach for something greater. Good evening, America. വെയർഹൌസിലെ ലിഫ്റ്റിംഗ് ബോക്സുകളിൽ നിന്ന് ചതഞ്ഞ വിരലുകൾ, ഡെലിവറി ബൈക്ക് ഹാൻഡിൽ ബാറിൽ തട്ടി വിളറിയ കൈപ്പത്തികൾ, അടുക്കളകളിൽ നിന്ന് പൊള്ളലേറ്റ മുറിവേറ്റ വിരലുകൾ, ഇവ അധികാരം നിലനിർത്താൻ അനുവദിക്കപ്പെട്ട കരങ്ങളല്ല. എന്നിട്ടും കഴിഞ്ഞ 12 മാസമായി നിങ്ങൾ അതിലും വലിയ ഒന്ന് നേടാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. അതിസമ്പന്ന നഗരമായ ന്യൂയോർക്കിലെ ഭരണവർഗം ഈ വിഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ വർഷങ്ങൾ എത്രയായി കാണും. അവരും മനുഷ്യരാണെന്നും അധികാരത്തിന്റെ ചെങ്കോൽ പിടിക്കാൻ ആ കൈകൾക്കും അവകാശമുണ്ടെന്നും ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ചയാൾ, ആകാശത്തെ ആദ്യ താരകമെന്ന് പേരർത്ഥമുള്ള സൊറാൻ ഖ്വാമെ മംദാനി, മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പ് പർവ്വത്തിനൊടുവിൽ AOCക്കൊപ്പം ചായയും സമോസയും കഴിച്ചു തുടങ്ങിയ സൊറാൻ മംദാനി പലതും ഉറപ്പിച്ചാണ് അധികാരത്തിലേറുന്നത്. 2024 ഒക്ടോബറിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ ഒരാളും പരിഗണന നൽകിയിരുന്നില്ല സൊറാന്. പരാജയപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന പ്രവചനങ്ങളൊക്കെ തൂത്തെറിഞ്ഞാണ് സൊറാന്റെ വിജയം. ലോകമെങ്ങും സൊറാൻ മംദാനിയുടെ ആധികാരികതയും ഇമോഷണൽ ഇന്റലിജൻസും ലോജിക്കും ഒക്കെ പാടി പുകഴ്ത്തുമ്പോൾ മറുവാദവുമായി മറ്റൊരു വിഭാഗമുണ്ട്. എണ്ണമറ്റ ജൂത അഭയാർത്ഥികൾക്ക് അവസരവും സ്വാതന്ത്ര്യവും അവകാശവും ഒരുക്കിയ ന്യൂയോർക്ക് നഗരത്തിന്റെ അടിത്തറയെ തന്നെ ഇളക്കുന്ന വഴിത്തിരിവാണിതെന്ന് അവർ പറയുന്നു. സിസ്റ്റം ശരിയല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സൊറാൻ അതിനെ മാറ്റിമറിക്കുമോ? വാക്കുകളിലെ മൂർച്ച പ്രവൃത്തിയിലുണ്ടാകുമോ? സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ നിന്നുള്ളവരെയും കുടിയേറ്റക്കാരെയും സിംഗിൾ മദേഴ്സിനെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒക്കെ ചേർത്ത് പിടിച്ചുള്ള ആ വിക്ടറി സ്പീച്ചിലെ കാര്യങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കും മംദാനി? സാധാരണക്കാരന്റെ കരങ്ങൾക്ക് അധികാരത്തിന്റെ കരുത്ത് പകരാൻ മംദാനിക്കാകുമോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയം തന്നെയാണ്. മമത മംദാനിയോട്. എന്റെ അതിഥികൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഈ മലയാളി ചീഫ് എഡിറ്ററുമായ ജോർജ് ജോസഫ്, സംരംഭകനും ചലച്ചിത്ര നിർമ്മാതാവുമായ ടോം ജോർജ് കോലത്ത്, USA KMCC പ്രസിഡന്റ് UN നസീർ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ജോർജ് ജോസഫിലേക്കാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ നമുക്കറിയാം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയൊക്കെ ഒരു ഫിലോസഫി, അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അതിൽ നിന്ന് തൻ്റെ കർമ്മപഥം രചിച്ചെടുത്ത ഒരു യുവാവ്. ആ യുവാവ് ഫിലോസഫിക്കലായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നവരുണ്ട്. അതിനപ്പുറം ഈ പറയുന്നത് പോലെ ഇതുവരെ അധികാരവർഗം കണക്കിലാക്കാതിരുന്നിരുന്ന, പരിഗണിക്കാതിരുന്ന ഒരു വിഭാഗത്തെ, അവരൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രസംഗത്തിൽ തന്നെ വരുന്നത് ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ലോകം അതിനെ ശ്രദ്ധിക്കുന്നതും. അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അതോ ആ വാക്കുകളിലുള്ള എനർജിയും ഒക്കെ മാത്രമായി അത് നിലനിൽക്കുമോ? മംദാനിയുടെ വിജയം വാസം പറഞ്ഞാല് അക്കാര്യത്തെ പറ്റി പറയുന്നതിന് മുമ്പ് മംദാനിയുടെ വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത്. വാസ്തവം പറഞ്ഞാല് എനിക്ക് തോന്നിയിരിക്കുന്നത് കാഷ് പട്ടേൽ FBI ഡയറക്ടറായത് അതുപോലെയുള്ള മറ്റൊരു സംഭവ വികാസമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം ഇത്രയധികം ഇന്ത്യക്കാർക്ക് ഒരു ബഹുമാനം കിട്ടുന്ന ഒരു കാര്യം അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഇന്ത്യക്കാർ ഗവർണർമാരൊക്കെ ആയിട്ടുണ്ടെങ്കിലും അത് അർഹമായ ഒരു അംഗീകാരമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇത് വലിയൊരു അംഗീകാരമായി പോയി. അതേസമയം തന്നെ മംദാനി പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കാവുന്നതാണ്, നടപ്പാക്കാൻ സാധ്യതയുമുള്ളതാണ്. എന്നല്ലാതെ അത് ന്യൂയോർക്കിനെ മാറ്റിമറിക്കുമെന്നോ ന്യൂയോർക്കിലെ പാവപ്പെട്ടവരെല്ലാം ഉദ്ധരിച്ചു കളയുമെന്നോ ഒന്നും നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മംദാനി സോഷ്യലിസ്റ്റ് ആണെന്നുള്ള ഒരു ധാരണയും എനിക്കില്ല. കാരണം ഇപ്പൊ ആളുകൾക്ക് ഗ്രോസറി വാങ്ങാൻ പൈസ കൊടുത്തു, അല്ലെങ്കിൽ ബസ് കയറാൻ വണ്ടിക്കൂലി പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ട എന്നുള്ളൊരു സ്ഥിതി വന്നാൽ അതൊന്നും സോഷ്യലിസം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ
ഈ ഇതിനൊക്കെ അടിയിൽ കിടക്കുന്ന ഒരു കാര്യം നമ്മളൊക്കെ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിലാണ് ഈ മാംദാനിയുടെ വിജയം ഏറ്റവും അധികം ആഘോഷിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളാരും ഇവിടെ അത് അത്ര വലിയൊരു സംഭവമായിട്ട് ആരും കണക്കാക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ ഈ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബംഗ്ലാദേശിലും പിന്നെ നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ യുവാക്കളുടെ ഒരു വിപ്ലവം നടന്നു. ഈ ഏകദേശം അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. യുവജനത രംഗത്ത് വന്നു മാംദാനിക്ക് വേണ്ടി. കാരണം യുവജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഇവർ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ചതഞ്ഞ മുഖങ്ങൾ കണ്ടു മടുത്തു. വാസ്തവം പറഞ്ഞാല് കുറെ കാലമായിട്ട് തിരിഞ്ഞും മറിഞ്ഞും പിന്നെ ഗവർണറായിട്ടും മേയറായിട്ടും പിന്നെ ആ സ്ഥാനവും ഈ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇതെല്ലാം ഈ ചതഞ്ഞ മുഖങ്ങൾ, ചതഞ്ഞ പൊളിറ്റിക്സ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതിനെതിരെയുള്ള ഒരു മുന്നേറ്റമായിരുന്നു വാസ്തവം പറഞ്ഞാല്. അത് പിന്നെ വലിയൊരു മാറ്റമാണ് വാസ്തവത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മാറ്റം എത്ര കണ്ട് ഫലവത്താക്കാൻ മാംദാനിക്ക് കഴിയുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവൻ മാംദാനിക്കെതിരാണ്. എല്ലാവരും സമ്പന്ന വർഗം, പിന്നെ അധികാരി വർഗം, പിന്നെ അങ്ങ് മുകളിൽ പ്രസിഡന്റ് ട്രംപ് ഉണ്ട്. അപ്പൊ എല്ലാവരും പിന്നെ ഇദ്ദേഹത്തിനെതിരെ പിന്നെ തിരിയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ റിപ്പോർട്ട് കണ്ടത് നാൻസി പെലോസി റിട്ടയർ ചെയ്യുന്നു. അപ്പം അവരെ ആയിരുന്നു ഇതുവരെ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു വില്ലത്തിയായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സ്ഥാനം ഇനി മമതാനിക്ക് കൊടുക്കാൻ പോകുന്നതാണ്. പിന്നെ അറ്റാക്ക്, പിന്നെ ഇദ്ദേഹത്തിന്റെ നേരെയാണ് അറ്റാക്ക് തിരിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് പറഞ്ഞാലും അമേരിക്കയിൽ വലിയൊരു മാറ്റത്തിന് മാംദാനി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് പോരാ, ജനങ്ങൾക്ക് പുതിയ മുഖങ്ങളും പുതിയ ആശയങ്ങളും വേണം എന്നുള്ള ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇപ്പം അടുത്ത വർഷം ന്യൂയോർക്കിൽ നടക്കാൻ പോകുന്ന ഗവർണർ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം നിലവിലുള്ള ഗവർണർ മാംദാനിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്, എൻഡോഴ്സ് ചെയ്തിരുന്നു. അപ്പം ഈ മാംദാനിക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പുതിയ ഗവർണർ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, എലീസ് പിന്നെ സ്റ്റെഫനിക്ക് എന്ന് പറഞ്ഞ്. അവരൊക്കെ ഈ മാംദാനി വിരുദ്ധരായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അതിലെ വർഗീയതയും എല്ലാം കൂടെ, വംശീയതയും എല്ലാം കൂടെ ചേരുമ്പം പിന്നെ അവരൊക്കെ ജയിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതൽ കാണുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ അമേരിക്കയിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ മാംദാനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതും നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഗ്രോസറി സ്റ്റോറുകൾ, വില കുറഞ്ഞ ഗ്രോസറി സ്റ്റോറുകൾ, അത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല. നമ്മുടെ നാട്ടില് പിന്നെ കൺസ്യൂമർ സ്റ്റോറുകൾ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അത് ഇവിടെയും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ബസ്സില് പിന്നെ ആളുകൾ ഫ്രീ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ട് സിറ്റി ബസ്സുകളില് അത് ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നു, സാമ്പത്തിക ബാധ്യതയൊന്നും ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇതെല്ലാം മറികടക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഒരേ ഒരു കാര്യം, എല്ലാ ഭാഗത്തുനിന്നും എതിർപ്പ് വന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നമായിട്ട് തോന്നുന്നത്. ടോം ജോർജ് കൊല്ലത്ത്, എനിക്ക് തോന്നുന്നു ആ സെയിം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു വോട്ടറാണ് ടോം എന്ന് തോന്നുന്നു. ഒപ്പം തന്നെ ബീയിങ് എ ബിസിനസ് പേഴ്സൺ പലപ്പോഴും മേയറുമായുള്ള കൂടിക്കാഴ്ചകൾ വേണ്ടിവരും. മേയറിൽ നിന്ന് പല കാര്യങ്ങളിലും അനുഭാവപൂർണ്ണമായ സമീപനം വേണ്ടിവരും. അപ്പോൾ മുൻ ഗവർണറും മുൻ മേയറുമായി പരിചയമുണ്ടായിരുന്നു. പല ബിസിനസ് കാര്യങ്ങളിലും സംഭാഷണം നടത്തിയിട്ടുണ്ട്, മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സൊറാൻ മംദാനി മേയർ ആകുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആദ്യമായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ഒരു വ്യക്തി വേൾഡ് ഫൈനാൻഷ്യൽ ക്യാപിറ്റലായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ആയതിൽ വളരെയധികം സന്തോഷവും അതിനേക്കാൾ ഉപരിയായിട്ട് അഭിമാനവും തോന്നുന്നുണ്ട്. എന്റെ പാട്രിയോട്ടിസം ഈസ് അബവ് മൈ പൊളിറ്റിക്കൽ വ്യൂസ്. സോ ഐ ഡെഫിനറ്റ്ലി വാണ്ടഡ് ടു കൺഗ്രാജുലേറ്റ് മേയർ എലക്ട് സോഹാൻ. ഡെമോക്രാറ്റിക് പാർട്ടി അവിടെ ജയിച്ചു എന്നതിൽ വലിയ അത്ഭുതമുള്ള ഒരു കാര്യമല്ല. വളരെ നമ്മള് കേരളത്തിലാണെങ്കിലും കാലിക്കറ്റ് അല്ലെ എറണാകുളത്തും ഒക്കെ കുത്തകയായിട്ടുള്ള സീറ്റ്സ് അവർ തന്നെ ജയിച്ചു എന്നതേ ഉള്ളൂ. അവിടെ 200 feet അവേ ഇവിടെ മംദാനി ജയിച്ച ദിവസം തന്നെ ഇവിടെ വരികയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലുത്. about 90,000 people were there with him. അവരാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഒരു പുതിയൊരു പോളിസി എന്ന് പറയുന്നത് $1 million or more ഉണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്ന് 11.5% ടാക്സസ് കൂട്ടാൻ പോവാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഗോയിങ് ടു ഹർട്ട് ദ എക്കോണമി. പിന്നെ ഒരു 34-year-oldന്റെ ഒരു മെച്യൂരിറ്റി ഉണ്ടോ ഇത്രയും വലിയൊരു സിറ്റി ഓടിക്കാൻ? എല്ലാവർക്കും ഉണ്ട്. ഐ ഹോപ്പ് ഹി ഈസ് ഗോയിങ് ടു ഡു റിയലി വെൽ. അത് മാത്രമല്ല, വളരെ അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, മീര നായരുടെ മകൻ, മൻസൂൺ വെഡിങ് അല്ലെങ്കിൽ Mississippi Masala namesake. He will do it really well. That's what I'm waiting for. ഈ അടുത്തിടെ ഞാനൊരു റീൽ കണ്ടു, ഇന്നലെയോ മിനിങ്ങാന്നോ ഇതിന് ശേഷം വന്ന ഒരു റീലാണ്. അപ്പോൾ ആ റീലിൽ ആ വ്ളോഗർ പറയുന്നത് പിന്നെ ട്രംപിനിട്ടൊരു തട്ട്, നെഹ്റുവിൻ്റെ കോട്ട്, പിന്നെ ധൂം മജാലയിലെ ഒരു പാട്ട്,
അങ്ങനെയാണ് അതിൻ്റെ ആ മൊത്തം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം വളരെ ഇമ്പക്കബിൾ ആയിട്ടുള്ള ക്രെഡിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നും അതുപോലെ തന്നെ നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നും നല്ല ലോജിക്കൽ തിങ്കിങ് ഉള്ള ഒരു വ്യക്തിയാണെന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തിലൂടെ വ്യക്തമാകുന്നു എന്ന് പറയുന്നത്. 2024 ഒക്ടോബറിൽ ഈ ന്യൂയോർക്ക് നഗരത്തിലെ തെരുവുകളിലൊക്കെ ഒരു ബോർഡും പിടിച്ചുകൊണ്ട് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മംദാനിയെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പല ദൃശ്യങ്ങളിലും നമുക്ക് കാണാം. അപ്പോൾ വഴിയെ പോകുന്ന ഓരോരുത്തരോടും സാർ ഒരു 5 മിനിറ്റ് സംസാരിക്കാനാവുമോ എന്ന് അവരെ പുച്ഛിച്ച് കടന്നു പോകുന്ന ജനങ്ങൾ. ആ ഒരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഇന്ന് അദ്ദേഹം ന്യൂയോർക്ക് മേയർ ആകുന്നത്. വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്ക് മേയർ പദവി വലിയൊരു സംഭവമായിരിക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള അങ്ങയുടെ പ്രതീക്ഷകൾ എന്താണ്? ഇവിടെ ഒരു വർഷം മുമ്പ് വരെ ഇവിടെ സൂചിപ്പിച്ച പോലെ അധികം ആരും അറിയാത്ത മംദാനി ഇന്ന് ലോകതലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മംദാനി എന്ന 34 വയസ്സുകാരൻ, അതും ഒരു ഇന്ത്യൻ വംശജൻ, ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി ആയിട്ടുള്ള ന്യൂയോർക്ക് പട്ടണത്തിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഇന്ന് ലോകതലത്തിൽ തന്നെ വലിയൊരു സംസാര വിഷയമായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലും മംദാനിയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് മംദാനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ മംദാനി ഒരു ഇന്ത്യൻ വംശനായതുകൊണ്ടോ അല്ലെങ്കിൽ മംദാനിയുടെ മതമോ അല്ല ഇവിടെ വിഷയം. മംദാനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ന്യൂ ജനറേഷന്റെ ഒരു വക്താവായിക്കൊണ്ട് പുതിയ നയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇന്ന് ലോകത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷമായി നമുക്കറിയാം, വലതുപക്ഷപരമായിട്ട് രാഷ്ട്രങ്ങളെല്ലാം തീവ്രത തമ്മിലുള്ള വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് വോട്ട് ബാങ്ക് കൈക്കലാക്കിയിരുന്നത്. അതിൽ നിന്നുള്ളൊരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള വർഗീയതയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഒന്നും പ്രചരിപ്പിക്കാതെ ഞങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ വിഷയങ്ങൾ, ഭക്ഷണം, താമസം, അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങളുമായിട്ടാണ് മംദാനി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാതി മത ഭേദമന്യേ വർഗഭേദമന്യേ എല്ലാവരും മമദാനിയുടെ പിന്നിൽ അടിയുറച്ചുന്നത് എന്നുള്ളതാണ് ന്യൂയോർക്കിലെ താമസക്കാരൻ എന്നുള്ളതൊക്കെ എൻ്റെ വലിയൊരു അഭിപ്രായം. കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇന്ന് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അല്ലാതെ അതിന്റെ പിന്നിലോ അല്ലെ മറ്റുള്ള ഫോബിയയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും ആർക്കും കാര്യമല്ല. സംഗതി ശരിയാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള മുദ്രാവാക്യവുമായി ലോകം മുഴുവൻ ഞെട്ടിച്ചും വിറപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹവും മംദാനിക്കെതിരെ വലിയ പ്രസ്താവനകൾ ഇറക്കി. റിപ്പബ്ലിക്കൻ ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, ഡെമോക്രാറ്റ് ആയിട്ടുള്ള ആന്റണി കുമ്മയെ വരെ അവസാന നിമിഷം പിന്തുണക്കുകയും മറ്റും ചെയ്തെങ്കിൽ കൂടി സാധാരണക്കാരായ ജനങ്ങൾ, എന്തിനു പറയുന്നു, ലോകതലത്തിൽ തന്നെ ഇസ്രായേൽ കഴിഞ്ഞാൽ ജൂവിഷ് വംശജർ ഏറെയുള്ള സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി. അതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ന്യൂയോർക്കിലുള്ള റബായിമാരടക്കമുള്ള ജൂവിഷ് ചെറുപ്പക്കാർ, അതുപോലെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളെല്ലാം ആണ് വളരെ ആവേശപൂർവ്വം കഴിഞ്ഞ 2-3 മാസമായി മംദാനിയുടെ പിന്നിൽ അടിയുറച്ചു നിന്നത്. ഇതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത് അടിസ്ഥാന വർഗങ്ങളുടെ ആവശ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. പിന്നെ ഇന്ന് ലോകതലത്തിൽ തന്നെ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ അതിക്രമങ്ങൾക്കെതിരെ ജനങ്ങൾ യൂറോപ്പിലും ലോകതലത്തിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഒരു പരിസ്ഫുരണം കൂടിയാണ് ഈ ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പ്. അല്ലാതെ മറ്റൊരു വിഷയങ്ങളോ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണെന്ന് അദ്ദേഹം റീഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇവിടെ, അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രസംഗത്തിലെ ഒരു വാചകമെന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്രയും അടിച്ചമർത്തപ്പെട്ട ആ ഒരു വിഭാഗത്തിലേക്ക് അധികാരം എത്തുന്നില്ല, പക്ഷെ ഇന്ന് ആ അധികാരം എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സൊഹ്റാൻ മംദാനി അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ നിന്ന്, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്ന്, നല്ല മാതാപിതാക്കളുടെ, അതായത് നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിച്ച പരിചയമുള്ള മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ചു. അപ്പം അവിടെയും അധികാരം എത്തുന്നത് ഒരു വെൽ ടു ഡു ഫാമിലിയിലെ ഒരു വ്യക്തിയിലേക്കാണ്. പക്ഷേ ഈ സാധാരണ തൊഴിലാളി വർഗത്തിലേക്ക്, ഈ പറയുന്ന ബോക്സ് എടുക്കുന്ന ആ തൊഴിലാളികളിലേക്കും കരിപുരണ്ട കൈകളുള്ള കുടിയേറ്റക്കാരായ അമ്മമാരിലേക്കും ഒക്കെ അധികാരം എത്താൻ ഇനിയും കാലങ്ങൾ ദൂരം ഉണ്ടാവില്ലേ? ഇല്ല. കാരണം നിങ്ങളിവിടെ മംദാനിയെ കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ ഇന്ത്യയിൽ അടക്കം പല ആളുകളും വിവരമില്ലാത്ത ആളുകൾ കമ്മ്യൂണിസ്റ്റ് മേയർ, മുസ്ലിം മേയർ എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം വളരെ
അസംബന്ധങ്ങളാണ്. മംദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ അമ്മ മീര നയ്യാർ ചരിത്ര പ്രവർത്തകയാണ്. അച്ഛൻ അതുപോലെ നല്ലൊരു അക്കാഡമിസ്റ്റ് ആണ്. അതിന്റെ പ്രത്യേകതകളെല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് അമേരിക്കയിലുള്ള കുടിയേറ്റക്കാരുടെ പ്രതിനിധിയായിക്കൊണ്ട് കൂടിയാണ് അദ്ദേഹം ന്യൂയോർക്കിൽ മേയറായിട്ട് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരടക്കമുള്ള ആളുകളുടെ അടിസ്ഥാന വിഷയങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. കാരണം ഇവിടെ ന്യൂയോർക്ക് സിറ്റിയിലെ ടാക്സി ഡ്രൈവർമാരുടെ വിഷയം വന്നപ്പോൾ അവർക്ക് വേണ്ടി 15 ദിവസത്തോളം നിരാഹാര സമരം അനുഷ്ഠിക്കാൻ തയ്യാറായി വന്ന ആളാണ് മംദാനി എന്ന് കൂടി ഓർക്കണം. അത് ഈ തെരഞ്ഞെടുപ്പിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അതിനുവേണ്ടി മുൻകൈയെടുത്തത്. അതുപോലെയുള്ള സാധാരണക്കാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവരുടെ കൂടെ ഇടപഴകിക്കൊണ്ട് അവരോട് നേരിട്ട് സംബന്ധിച്ചുകൊണ്ട് എന്തിനേറെ പറയുന്നു, തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വരെ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ കൂടെ അദ്ദേഹം നടന്നുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. നേരെ മറിച്ച് അദ്ദേഹത്തിനെതിരെ 26ഓളം ശതകോടീശ്വരന്മാർ 13, 15, 20 ബില്യൺ ഡോളർ കണക്കിനാണ് ഇറക്കിയിട്ടുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കുത്തക മുതലാളിമാരുടെ പല വിഷയങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ നിലനിർത്തണമെങ്കിൽ മമതാനെ പോലുള്ള ഒരു സോഷ്യലിസ്റ്റ് ആശയക്കാരൻ, നെഹ്റുവിയൻ സോഷ്യലിസം മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാൾ വന്നാൽ അവർക്ക് അപകടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഡെമോക്രാറ്റും റിപ്പബ്ലിക്കും എല്ലാ വിഭാഗം ആളുകളും കൂടി എല്ലാവിധ വംശീയതയും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് വന്നത്. പക്ഷേ ഇവിടെ ന്യൂയോർക്കിനെ സംബന്ധിച്ചോളം ഇതിലെ വന്ന ബ്ലൂംബർഗ് ഇതുപോലെ ശതകോടീശ്വരന്മാരുള്ള മേയർമാരുടെ കൂട്ടത്തിൽ സാധാരണക്കാരുടെ കുടിയേറ്റക്കാരുടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മേയർ എന്നുള്ള നിലക്കാണ് ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചത്. നേരെ മറിച്ച് അദ്ദേഹം ജനുവരിയിൽ സ്ഥാനമേറ്റെടുത്ത ശേഷം ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാതെ ഇതിന്റെ പിന്നിൽ മറ്റ് യാതൊരു ഇഷ്ടങ്ങളും ഇല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അതിന്റെ മാറ്റമാണ്. ഈ മാറ്റം ലോകതലത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലടക്കം ഈ വംശീയ വിദ്വേഷ പ്രചരണം കൊണ്ടുള്ള ഇത്തരത്തിലുള്ള തമ്മിലുള്ള വൈര്യങ്ങളും തമ്മിലുള്ള വിരോധങ്ങളും വിൽക്കുന്ന ഈ കടകൾ മാറ്റിക്കൊണ്ട് സ്നേഹം വിൽക്കുന്ന കടകൾ ലോകം മുഴുവൻ തുറക്കാനുള്ള ഒരു ജാലകം ന്യൂയോർക്കിലൂടെ മമദാനിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ചരിത്രപരമായ ഈ ഒരു വിഷയത്തിന്റെ പ്രത്യേകത എന്നാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഈ അദ്ദേഹത്തിന്റെ വിജയത്തിൽ നമ്മളെല്ലാം സന്തോഷിക്കുന്നു. ഈ പറയുന്നത് പോലെ ആദ്യം മുസ്ലിം എന്നൊക്കെ പറയുന്ന തലക്കെട്ടുകളോട് വിയോജിപ്പുണ്ട്. കാരണം അതൊരു മനുഷ്യനാണ്. മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും ഒരു മനുഷ്യനാണ് മേയറാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിഭാഗീയത വേണോ എന്ന കാര്യത്തിലും ചോദ്യം ഉയരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ സോറാൻ മംദാനി, നോർമലി നമ്മൾ ഈ അമേരിക്കയിലൊക്കെ പലയിടത്തും ഇന്ത്യക്കാരെ പല സ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന കമല ഹാരിസ് ആണെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ തെരഞ്ഞെടുക്കുമ്പോഴും അവരവരുടേതായിട്ടുള്ള ഒരു ഇന്ത്യൻ അഫിനിറ്റി വ്യക്തമാക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷേ സോറാൻ മംദാനി വളരെ അഭിമാനത്തോട് കൂടെ തന്നെ താനൊരു ഇന്ത്യക്കാരനാണെന്ന് വ്യക്തമാക്കുകയും അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ആദ്യമേ ചായയും സമോസയും, അതായത് ഒരു ദക്ഷിണേന്ത്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അതിന് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ജൈത്രയാത്രയ്ക്ക് തുടക്കമിടുന്നതെന്ന് പറയാം. അപ്പോൾ എപ്പോഴും ആ ഒരു റോ ജെനുവിനിറ്റി അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ UN നസീർ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്നേഹത്തിൻ്റെ വ്യാപാരി എന്ന് പറയുന്ന ഈ ഇമേജ്, അപ്പോൾ ഈ ഇമേജുകൾക്കൊക്കെ അപ്പുറമായിട്ട് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം വേണമല്ലോ. അങ്ങ് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം മേയറായി കഴിഞ്ഞാൽ ന്യൂയോർക്കിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് അദ്ദേഹത്തിനുണ്ടാകുമോ? നമ്പർ 1. നമ്പർ 2, ഈ പറയുന്ന എല്ലാ വർഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മേയർ എന്നതിലുപരിയായി നാളെ ഒരു ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നൊരാൾ, ഒരു സിംഗിൾ മദർ അല്ലെങ്കിൽ ഒരു എത്യോപ്യയിൽ നിന്നുള്ള ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരി ഭരണവർഗത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു തുടക്കമാകുമോ ഇത്? ഈ സ്നേഹത്തിന്റെ വ്യാപാരി എന്നൊന്നും പറയേണ്ടതില്ല. കാരണം ഇസ്ലാമോഫോബിയ പോലെ മോശമാണ് ആന്റിസെമിറ്റിസം. അതായത് ഈ മംദാനി പറയുന്നത് എന്താണ്, പിന്നെ നെതന്യാഹു ഇവിടെ വന്നാൽ അറസ്റ്റ് ചെയ്യും, പിന്നെ പലസ്തീനെ അംഗീകരിക്കുന്നു മാത്രമല്ല റിവർ ടു ദ സീ, അതായത് പിന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രം വേണ്ട എന്ന രീതിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ പ്രധാനമന്ത്രി മോദിയെ യുദ്ധക്കുറ്റവാളി എന്ന് വിളിച്ചു, പിന്നെ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊന്നും പക്ഷെ ആളുകൾ ശ്രദ്ധിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ആളുകൾ അതിനെയൊന്നും അല്ല ഫോക്കസ് ചെയ്തത്. ഇവിടുത്തെ അഫോർഡബിലിറ്റി, ഇവിടുത്തെ ആളുകളുടെ ജീവിത കാര്യങ്ങൾ, അതേപ്പറ്റിയാണ് ചിന്തിച്ചത്. അപ്പൊ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അയാളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള മതമോ ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകേണ്ട കാര്യമല്ല. പക്ഷെ ഇവിടെ ആ നല്ല രീതിയിലാണത് പോയതും.
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകള് സമൂസയും ചായയും പിന്നെ അല്ല കൈകൊണ്ട് പിന്നെ ബിരിയാണി കഴിക്കുന്നതും അങ്ങനെയുള്ള രീതി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഒരു സംസ്കാരം തന്നെ ഒരു മാറ്റിമറിക്കാനായിട്ട് നോക്കുന്ന ഒരു സ്ഥിതിയും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതും ഈ പിന്നെ സൊമാലിയയിൽ നിന്ന് വന്ന ഇൽഹൻ ഉമറോ അല്ലെങ്കിൽ ഈ ഇപ്പം പിന്നെ ഈ മാംദാനി തന്നെ ഉഗാണ്ടയിലാണ് ഏഴു പിന്നെ വയസ്സ് വരെ ജീവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വന്നവർ അവരുടെ ആ സംസ്കാരം ഇവിടെ കൊണ്ടുവരുന്ന ഒരു പിന്നെ രീതിയും കാണുന്നുണ്ട്. അപ്പൊ അത് എത്ര കണ്ട് നല്ലതാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ആളുകൾ അതേപ്പറ്റിയെല്ലാം പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും വരുന്നുമുണ്ട്. അപ്പൊ ഇതെല്ലാം ഭാവിയിൽ നമുക്ക് ഗുണകരമാകുമോ ദോഷമാകുമോ എന്നാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിന്. പക്ഷേ അതുകൊണ്ട് മാംദാനി എന്ന വ്യക്തിയോ അല്ലെങ്കിൽ അദ്ദേഹം മേയറാകുമ്പോൾ അത് സമൂഹത്തിന് ഗുണപ്രദമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും ന്യൂയോർക്ക് പോലൊരു മഹാനഗരത്തിൽ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ ഈ മറ്റ് പിന്നെ സാമൂഹ്യ രംഗത്തും ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പിന്നെ അതിനി കാത്തിരുന്ന് കാരണം ഇനിയുള്ള ഈ നിയമനങ്ങളിലൊക്കെ നമുക്ക് പല ഈ അഭിപ്രായ വ്യത്യാസമുള്ള പല ആളുകളെയും ഒക്കെയാണ് അദ്ദേഹത്തിന് ട്രാൻസിഷൻ ടീമിലൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ അമേരിക്കയ്ക്ക് ഒരു നിലപാടിലൂടെയാണ് അമേരിക്ക ഈ രീതിയിൽ എത്തിയിരിക്കുന്നത്, ചില നയങ്ങളും തത്വങ്ങളും ഒക്കെ വെച്ച്. ആ തത്വങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പോക്കാണെങ്കിൽ അത് ശരിയാവില്ല. കാരണം അത് പിന്നെ മുന്നോട്ട് പോകാനാവില്ല. നമുക്ക് വേണ്ടത് അമേരിക്ക എങ്ങനെയാണോ പിന്നെ ഗ്രേറ്റ് ആയത് അത് ഗ്രേറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കണം. അതാണ് നമ്മുടെ എല്ലാം ആവശ്യം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ പാവപ്പെട്ടവരെല്ലാം അവർക്ക് ഇത്തിരി കഞ്ഞി കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഗ്രോസറി വില കുറച്ച് കൊടുത്തുകൊണ്ടോ അത് സോഷ്യലിസം ആകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരാൾ വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളത്, മാംദാനിയെ തോപ്പിക്കണമായിരുന്നെങ്കിൽ പ്രൈമറിയിൽ തോപ്പിക്കണമായിരുന്നു. പ്രൈമറി തോപ്പിച്ചില്ലെങ്കിൽ പിന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ തോപ്പിക്കാനാവില്ല. അത് ഒരിക്കൽ കൂടി തെളിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആരും വിചാരിച്ചില്ല മാംദാനി പ്രൈമറിയിൽ ജയിച്ചു പോകുന്നത്. കാരണം കോമോ പിന്നെ മുൻ ഗവർണർ കോമോ ആയിരുന്നു സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥി. അപ്പൊ അദ്ദേഹം വിജയിക്കുന്നുള്ള പ്രതീക്ഷയിൽ മറ്റുള്ള എല്ലാവരും ഒരു അലംഭാവം കാണിച്ചു. അങ്ങനെയാണ് മാംദാനി വിജയിക്കുന്നതിന് പിന്നെ കാരണമായെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതെ. ശ്രീ ടോം ജോർജ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇപ്പോൾ അദ്ദേഹത്തെ സ്നേഹത്തിൻ്റെ വ്യാപാരി എന്ന് ടോട്ടലായിട്ട് വിശേഷിപ്പിക്കാനാകുമോ എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് അതിന് ഉപോത്ബലകമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇസ്രായേൽ മന്ത്രി പറയുന്നുണ്ട് എല്ലാ ഇസ്രായേലികളും ന്യൂയോർക്കിൽ നിന്ന് താമസം മാറ്റണമെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു വിഭാഗം, പല വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുമ്പോഴും ഒരു വിഭാഗം ആശങ്കയിലേക്ക് പോകുന്നോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. അവിടെ ഇസ്രായേലികൾ അഭയാർത്ഥികളായിട്ട് വന്നവരാണ്. അപ്പോൾ വീണ്ടും അവർ അവിടെ നിന്ന് പലായനം ചെയ്യാനുള്ളൊരു ആഹ്വാനം ഇസ്രായേൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഈ എല്ലാവരെയും ചേർത്ത് പിടിക്കുക, ആ ഒരു ഉൾച്ചേർക്കലിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നൊരു ചോദ്യം ഈ തുടക്കത്തിൽ തന്നെ ഉയരുന്നുണ്ടോ? UN നസീർ അതുപോലെ തന്നെയാണ് പറഞ്ഞത് പ്രസിഡന്റ് ട്രംപിനിട്ടൊരു കൊട്ട് കൊടുത്തു എന്ന്. പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവര് കൊട്ടുകയും വാങ്ങിക്കുകയാണെങ്കിലും അത് സഫർ ചെയ്യുന്നത് ഈ സിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും. സോ നമുക്കിവിടെ കാണേണ്ട ഒരു 34 വയസ്സ് ഉണ്ടെങ്കിൽ പോലും അത് he could have acted a little bit more matured. കാരണം പുള്ളിയുടെ വിന്നിംഗ് സ്പീച്ചിൽ പറഞ്ഞത്, പ്രസിഡന്റ് ട്രംപ്, യു മസ്റ്റ് ബി വാച്ചിങ് മീ, ഐ ജസ്റ്റ് വാണ്ട് ടു സേ യു 4 words, to your volume up. നിങ്ങളുടെ വോളിയം ഒന്ന് വോളിയം കൂട്ടിയതിനു ശേഷം നന്നായിട്ടൊന്ന് ഞാൻ പറയുന്ന കേൾക്കൂ. അതിന് പകരം പ്രസിഡന്റ്, ടൈം ഫോർ യു ടു കൺഗ്രാജുലേറ്റ്, അല്ലെങ്കിൽ പറയാം വി ഹാഡ് ഡിഫറൻസസ് ആൻഡ് ഫ്രം നൗ ഓൺ ലെറ്റ്സ് വർക്ക് ടുഗദർ എന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ വരുമായിരുന്നു. പ്രസിഡന്റ് ട്രംപ് ഈസ് നോട്ട് അഗൈൻസ്റ്റ് മുസ്ലിംസ്. അവരുടെ നിലപാടുകളോടാണ് പ്രസിഡന്റ് ട്രംപിന് പ്രോബ്ലംസ് ഉള്ളത്. ഇപ്പം US-ലാണെങ്കിൽ 1.3% ആണ് മുസ്ലിംസ് ഉള്ളത്, 1.5% ആണ് ഇന്ത്യൻസ് ഉള്ളത്. അപ്പം അതിനകത്ത് അവര് കാണിക്കുന്നതെങ്കിൽ ആര് കാണിച്ചാലും പ്രസിഡന്റ് ട്രംപ് അതിനെ എതിർക്കും. പക്ഷെ ഒരു വ്യക്തി മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ ഭീകരവാദി എന്ന് വിളിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം പലപ്പോഴും സൊറാൻ മംദാനി വിശേഷിപ്പിക്കപ്പെട്ടത് ഭീകരവാദി എന്ന് തന്നെയാണ്. പലപ്പോഴും വന്ന വാർത്തകളും അങ്ങനെ തന്നെയാണ്. ഈ 9/11 വീണ്ടും ആവർത്തിക്കും, അത്തരത്തിലുള്ള മീംസ് ഒക്കെ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു. നമ്മൾ ജയിക്കുന്നതിന് മുമ്പ് പല രാഷ്ട്രീയക്കാരും പല പ്രോമിസസും കൊടുക്കും. വോട്ട് ചെയ്യാനുള്ള ഒരുപാട് ഡയലോഗ്സ് ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. ഇട്ട എൻജിൻ പോലെയാണ് അദ്ദേഹത്തിന്റെ ടീം വർക്ക് ചെയ്തത്. നല്ലൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു. അവിടെ വെച്ച് പറഞ്ഞ 9/11 പോലെ എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രമല്ല, ഗാസയിൽ ഉണ്ടായിരുന്നതായ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത്, അതൊക്കെയാണ് പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോട് ഒരു ഇഷ്ടമില്ലായ്മ വരാൻ കാരണം. ഐ തിങ്ക്
And yesterday, last night, Mamdani said, I'm ready to talk to Trump. അപ്പോൾ അതിനകത്ത് ഒരു I think they are going to do really well. തീർച്ചയായിട്ടും ശ്രീ UN നസീർ കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ ആ ഒരു അഭിമുഖത്തിൽ അവതാരക ചോദിക്കുന്നുണ്ട്, താങ്കൾ ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതേസമയം ബാക്കിയുള്ള പ്രസിഡന്റുമാർക്കെല്ലാം അങ്ങനെ തൊഴിൽ ചെയ്തൊരു പരിചയമുണ്ട്. ഒരു അസംബ്ലിമാൻ എന്നതിലുപരി അങ്ങേക്ക് അത്തരം കാര്യങ്ങളിലൊരു പരിചയമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഡൊണാൾഡ് ട്രംപിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരുമായും കണക്ഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ പോലും ഈ അമേരിക്കയിലെ അല്ലെങ്കിൽ ന്യൂയോർക്കിലെ ഇസ്രയേലികൾ അവരുടെ ഭാഗത്തു നിന്നും അവർക്കൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. മിസ്റ്റർ മംദാനി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്കയുടെ ഉന്നതി, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള പോളിസി അത് വേണ്ടത് തന്നെയാണ്. അമേരിക്കക്ക് ലോകതലത്തിൽ തന്നെ ഒരു അംഗീകാരമുണ്ട്, ജനങ്ങളുടെ ഇടയിൽ ലോകതലത്തിൽ തന്നെ അഭിപ്രായമുണ്ട്, അത് നിലനിർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. കാരണം അമേരിക്ക പല കാര്യങ്ങളും ലോകതലത്തിൽ ഇടപെട്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് ചീത്തപ്പേരുകളും ഒരു ഭാഗത്ത് അമേരിക്കയ്ക്കുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. അപ്പൊ അതിന്റെ നന്മകൾ വേർതിരിച്ച് കാണുക, തിന്മകൾ എടുത്തു പറയുക എന്നുള്ളത് ഒരു അമേരിക്കൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്ത ധർമ്മമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, അദ്ദേഹം സ്നേഹത്തിന്റെ വ്യാപാരിയാണോ എന്ന് മറ്റുള്ള നിലക്കോ വിശേഷിപ്പിച്ചാലും ഇല്ലെങ്കിലും മിസ്റ്റർ മംദാനിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ വിഷയങ്ങളാണ് അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് വ്യക്തിപരമായി ധാരാളം അധിക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ വംശം നോക്കിയിട്ടും അദ്ദേഹത്തിന്റെ പൂർവികരെ നോക്കിയിട്ടും മറ്റുള്ള നിലക്കും പല നിലക്കും അദ്ദേഹം കൈകൊണ്ട് ബിരിയാണി നിന്നതുവരെ വലിയൊരു ചർച്ചാ വിഷയമായിട്ടും ന്യൂയോർക്കിലെ ജനങ്ങൾ അതൊന്നും ചെവി കൊണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരമ്പരാഗതമായ പഴയ ചിന്താഗതികൾ മാറ്റിവെച്ചുകൊണ്ട് ന്യൂജൻ ഇപ്പോൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ പിന്നാലെ ഇപ്പൊ ഈ മാറ്റത്തിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അല്ലാതെ ഇങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വിദ്വേഷങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാഠം. ഇവിടെ മംദാനിയിൽ നിന്നും ന്യൂയോർക്കിലുള്ള പ്രമാണികളായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരു മേഖലയിലേക്ക് വരാതെ, ഇവിടെ ഇപ്പം സിറ്റി എന്ന് പറയുന്ന 5.5% about that. He already announced it's going to be 11.5 millionaires ഭാഗത്ത് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഫ്രീസ് ഓൾ ദ റെന്റേഴ്സ് എന്ന് പറയുമ്പം അവരുടെ റെന്റേഴ്സിന്റെ ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ പ്രാക്ടിക്കൽ ആകുക എന്ന് ഞങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതിനായരുടെ നെയിം സേക്ക് പോലെ ഒരു മേയർ ആവാതെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മേയർ ആവും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതെ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കാരണം അദ്ദേഹം പറയുന്ന ഈ സാധാരണക്കാർക്ക് അടിസ്ഥാനപരമായി കൊടുക്കേണ്ട കാര്യങ്ങൾ അടിസ്ഥാനപരമായി എങ്ങനെ അദ്ദേഹം തയ്യാറാക്കുന്നു, ഏത് രീതിയിൽ അദ്ദേഹം അതിനുള്ള അലോക്കേഷൻ ഉണ്ടാക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമായി നമുക്കതിനെ കാണാം. എല്ലാ വിഭാഗങ്ങളെയും ഉൾച്ചേർത്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ടോം ജോർജ് കൊല്ലത്താൻ, ശ്രീ UN നസീർ. എന്തായാലും സോറാൻ മംദാനി ന്യൂയോർക്ക് മേയർ ആയതുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഇപ്പോഴില്ല. പല കാര്യങ്ങളും അദ്ദേഹം വാക്കുകളിലൂടെ വരച്ചിട്ട പല കാര്യങ്ങളും എത്രത്തോളം അദ്ദേഹത്തിന് പ്രായോഗികമാക്കാൻ കഴിയും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ലോകം. എന്നാലും 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകളോട് ലോകം ഇത്രയും അനുകൂലമായി പ്രതികരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായാണെന്ന് തോന്നുന്നു. അതേസമയം തന്നെ അദ്ദേഹത്തെ എതിർക്കുന്നവരും നിരവധി പേരുണ്ട്. അവരുന്നയിക്കുന്ന ചില വാദഗതികളുമുണ്ട്. ന്യൂയോർക്കിലെ എല്ലാ വ്യക്തികളെയും ചേർത്ത് പിടിക്കുമ്പോഴും ന്യൂയോർക്കിലെ ഇസ്രായേലികൾക്ക് മറ്റു ചില വിഭാഗങ്ങൾക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനും അദ്ദേഹം ഒരു പരിഹാരം കണ്ടേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടുകൂടി അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.